എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ഉർഹിബ അവളാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അവൾ എന്തിനായിരിക്കും ഈ ഹോളോ വേൾഡിലേക്ക് കൊണ്ടുവന്നിരിക്കുക എന്ന് ചിന്തിച്ച് അവളങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. അടുത്ത നിമിഷം അവൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പ്രത്യേകതരം പവർ അത് അവള് സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് സെൻസ് ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ തന്നെ അവൾക്കൊരു ഡൗട്ട് തോന്നും. ഒരു പക്ഷേ ഇച്ചികോടെ സ്പ്ലിറ്റ് പ്രഷർ അതാണോ ഞാൻ സെൻസ് ചെയ്യണേ, ഇതെനിക്ക് നല്ല പരിചയമുള്ളതെന്ന് പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും അത് സെൻസ് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇച്ചിഗോ ടീം അവരാണെങ്കിൽ ഇപ്പൊ കറക്റ്റായി ഐസോടെ ആ ഹോളോ പാലസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവനാണെങ്കിൽ ആ പാലസിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ടൂറിസ്റ്റ് പോലെ നിൽക്കുകയാണ്. ഹോളോ വേൾഡ് അത് ശരിക്കും ഇത്രയും സെറ്റപ്പ് ആയിരിക്കുമെന്ന് അവ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഹീറോയുടെ ആങ്സൈറ്റിയും എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ ഇവിടെ കണ്ണാടി പയ്യന് അവന് ദേഷ്യം കൂടും. നീ എന്തായി ചെയ്യണേ? നമ്മളിവിടെ ടൂർ വന്നതല്ല. ഇവിടെ ഓരോ മൊമെന്റ്സും വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു കാരണവശാലും ആരുടെയും കണ്ണിൽ പെടാതെ നമുക്ക് ഉർഹിബയെ അവളെ കടത്തിക്കൊണ്ട് തിരികെ ഹ്യൂമൻ വേൾഡിൽ എത്തണം. അങ്ങനെ അവരാണെങ്കിൽ കാര്യമായിട്ട് തർക്കിച്ചിരിക്കുന്ന അതേ നിമിഷം ഇവിടെ അരങ്കാസ് ഇവരുടെ CCTVയുടെ സഹായത്താൽ ഇച്ചിഗോയൻ ടീമിനെയും അവിടെ തിരിച്ചറിയാണ്. അടുത്ത നിമിഷം ആ അരങ്കാറ് അവനാണെങ്കിൽ ഒരുപാട് സോൾജേഴ്സിനെ നമ്മുടെ ആൾക്കാരെ തകർക്കാൻ അവിടേക്ക് പറഞ്ഞയക്കും. ഇവിടെ നമ്മുടെ ആൾക്കാര് അവര് മുക്കിലും മൂലയിലും ഉർഹിബയെ അന്വേഷിച്ച് മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും ആ ഫ്ലോർ തകർത്ത് അരങ്കാസ് മുകളിലേക്ക് വരിക. അത് കാണേണ്ട താമസം നമ്മുടെ ആൾക്കാര് രക്ഷിക്കടാ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പുറകിലേക്ക് ഓടുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓടി ഓടി ഒരു പ്രത്യേക പാത്ത് കാണും. അവർ മുൻപോട്ടേക്ക് കുതിക്കുമ്പോഴായിരിക്കും കൂടെ ഉണ്ടായിരുന്ന മുടിയനെ കാണാനില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുക. അവർ തിരിഞ്ഞു നോക്കും. അവരുടെ തൊട്ടടുത്തായി വലിയൊരു പിറ്റില് മുടിയൻ സാധോ അവനങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അത് കണ്ട് കണ്ണാടിപ്പയ്യനാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കും. പക്ഷെ മുടിയൻ സാധോയ്ക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പൊ കണ്ണാടിപ്പയ്യൻ അവൻ പതിയെ ആ കുഴിയിലേക്ക് പോവാണ്. അടുത്ത നിമിഷം നമ്മുടെ ഇച്ചിഗോ അവനവന്റെ ഫുൾ പവർ എടുത്ത് പിടിച്ചു വലിച്ച് രണ്ടുപേരെയും മുകളിലേക്ക് വലിച്ചു കയറ്റും. പിന്നീട് വീണ്ടും അവർ മുൻപോട്ടേക്ക് നടക്കും. അല്പദൂരം മുൻപോട്ടേക്ക് പോകേണ്ട താമസം ഹീറോയുടെ കാല് അതൊരു ട്രാപ്പില് അങ്ങനെ കുടുങ്ങുകയാണ്. മാത്രമല്ല അടുത്ത സെക്കൻഡ് വലിയൊരു അറ അവർക്ക് നേരെ ഉരുണ്ടുരുണ്ട് വരികയാണ്. അത് കാണേണ്ട താമസം കൂടുതൽ സ്ട്രോങ് ആയ നമ്മുടെ മുടിയൻ അവനവന്റെ കൈ നീട്ടി അത് തകർത്തില്ലാതാക്കും. പാറയുടെ തൊട്ടു പിന്നാലെ ഒരു അരങ്കാർ അവിടേക്ക് വരികയാണ്. അത് കണ്ട കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഹീറോയെ വലിച്ചു പറിച്ചെടുത്ത് ായിട്ട് അവർ വന്ന വഴിയിൽ തിരികെ ഓടും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. എന്തുകൊണ്ടായിരിക്കും കണ്ണാടിപ്പയ്യനും മുടിയനും ആ ഹോളോയെ അറ്റാക്ക് ചെയ്യാതെ തിരികെ ഓടുന്നത്? നമ്മൾ ഇവിടേക്ക് വന്നത് ഇവരെ ഫൈറ്റ് ചെയ്ത് പിച്ച് ഉർഹിബയെ തിരികെ പിടിക്കാനല്ലേ എന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഹീറോയോട് പറയും, നമ്മൾ ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്ത ഈ ഒരു ബേസ്മെന്റ് അത് തകർന്ന് നമ്മൾ താഴേക്ക് പോവും. നമുക്ക് മുകളിലേക്ക് കയറി വരാനാവില്ല. എത്രയും വേഗം ഇവിടുന്ന് പുറത്തു കിടക്കണമെന്ന് പറഞ്ഞ് ഒരു എക്സിറ്റ് ലക്ഷ്യമാക്കി അവർ ഓടിയെത്തും. ഹീറോയ്ക്കാണെങ്കിൽ ഏകദേശം മുടിയന്റെയും കണ്ണാടിപ്പയ്യന്റെ ഐഡിയയും പ്ലാനും ഒക്കെ പിടികിട്ടും. അവർ എക്സിറ്റിലൂടെ പുറത്തു വന്നതിന് ശേഷം ചുറ്റും നോക്കും. അപ്പം അവൻ കാണും ദൂരത്തായിട്ട് മുകളിലേക്ക് പോവാൻ ഒരു സ്റ്റെയർ. ആ സ്റ്റെയർ വഴി മുകളിലേക്ക് പോയാൽ ഒരുപക്ഷെ ഉർഹിബയെ കണ്ടെത്താൻ കഴിയും. അവർ ആ സ്റ്റെയറിന്റെ അടുത്തേക്ക് എത്തേണ്ട താമസം രണ്ട് സെക്യൂരിറ്റി അരങ്കാസ് അവറ്റകൾ അവിടേക്ക് വരികയാണ്. അവറ്റകളെ കാണുമ്പോൾ തന്നെ ഇച്ചിഗോയ്ക്ക് മനസ്സിലാവും അവറ്റകൾ ഏറ്റവും പവർ കുറഞ്ഞ ലോ ക്ലാസ് അരങ്കാസ് ആണെന്ന്. പക്ഷേ അവറ്റകളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ആൾക്കാർക്ക് ആ സ്റ്റെയർ വഴി മുകളിലേക്ക് കയറി പോവാനും ഉർഹിബയെ അന്വേഷിക്കാനും സാധിക്കൂ. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഇച്ചിഗോയോട് തീർത്ത് പറയും, ഇച്ചിഗോ ഒരു കാരണവശാലും നീ ഈ ഫൈറ്റിൽ ഇടപെടാനായിട്ട് പാടില്ല. ഉർഹിബയെ രക്ഷിക്കാനായിട്ട് നിന്റെ പവർ അത് നീ അക്യുമുലേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം വലിയ വലിയ അരങ്കാസും ഹോലോസും പ്രതിബന്ധമായിട്ട് വന്ന അവരെ തകർക്കാൻ മാത്രമേ നീ നിന്റെ പവർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവറ്റകൾ ലോ ലെവലാണ്, ഇവറ്റകളെ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് മുടിയനാണെങ്കിൽ ഇപ്പൊ അതിലൊരുത്തനെ അട്ടിച്ച് താഴെയിടും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ വീണ്ടും വീണ്ടും ഡിഫറെന്റ് കൈൻഡ് ഓഫ് അരങ്കാസിനെ കുറിച്ചും അവറ്റകളുടെ പവറിനെ കുറിച്ചും ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പിടികിട്ടിയ ഹീറോ ആണെങ്കിൽ ഇപ്പൊ കണ്ണാടിപ്പയ്യനും മുടിയനും അവര് പറയുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവും. അവരങ്ങനെ അരങ്കാറിനെ കുറിച്ച് പറയുന്ന അതേ സമയം ഇപ്പോ മുടിയന്റെ നേർക്ക് ഒരു അരങ്കാർ അങ്ങനെ പാഞ്ഞടുക്കും. ഓപ്പണന്റ് ആണെങ്കിൽ പ്രത്യേക ഒരു വെപ്പൻ വെച്ച് നമ്മുടെ മുടിയനെ അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് ഇച്ചിഗോ മുടിയൻ സാധുവെ രക്ഷിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ സാധു ആണെങ്കിൽ ഇച്ചിഗോയെ തട്ടിത്തെറിപ്പിക്കും. നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങളെ സംരക്ഷിക്കാനോ പ്രൊട്ടക്ട് ചെയ്യാനോ ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കാനോ പാടില്ല എന്ന്. എന്നിട്ട് വീണ്ടും വീണ്ടും നീ അതന്നെയാണോ ചെയ്യണേ? ഇച്ചിഗോ ആണെങ്കിൽ അല്പനേരം കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കും. അതിനുശേഷം തൊട്ടടുത്തുള്ള കണ്ണാടിപ്പയ്യനെ നോക്കും. അവന്റെ ഓപ്പോസിറ്റ് വളരെ ജയന്റ് ആയിട്ടുള്ള ഒരു അരങ്കാർ. ഉടനെ ഹീറോ ആണെങ്കിൽ കണ്ണാടിപ്പയ്യനെ സപ്പോർട്ട് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടും. ആ ജയന്റ് ആണെങ്കിൽ കണ്ണാടിപ്പയ്യനെ ദൂരേക്ക് തട്ടിത്തെറിപ്പിക്കും. അത് കണ്ട് ഇച്ചിഗോയ്ക്ക് കൺട്രോൾ പോയി അവൻ സ്ക്വാഡുമായി ആ ജയന്റ് ഹോളോയെ വെട്ടാൻ അതിന്റെ തൊട്ടടുത്ത് എത്തേണ്ട താമസം നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവൻ ഇച്ചിഗോയെ പിടിച്ചു വലിച്ച് ദൂരേക്ക് വലിച്ചെറിയാണ്. എന്നോട് എത്ര തവണ പറഞ്ഞു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്ന്? നീ നിന്റെ പവർ അത്
സേവ് ചെയ്ത് വെക്കുക. ഹിഡോയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് അവന്റെ ദേഷ്യമൊക്കെ കൂടി വരും. കാരണം അവനെ കൊണ്ട് അവന്റെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ബോസിന് പകരം അവന്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവൻ അറ്റാക്ക് ചെയ്ത് ദൂരേക്ക് തെറിപ്പിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് കണ്ണാടി പയ്യനെ ആ ഒരു ഹോളോ മോൺസ്റ്റർ അതാണെങ്കിൽ വെപ്പൻ ഉപയോഗിച്ചുകൊണ്ട് നിർത്താതെ അറ്റാക്ക് ചെയ്യും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ടെൻസ്ഡ് ആവും. അതിനുശേഷം അവന്റെ ആരോ പവർ യൂസ് ചെയ്യാനായി പവർ അതങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ആ ജയന്റ് ആണെങ്കിൽ കണ്ണാടിപ്പയ്യനെ വിടാതെ ഫോളോ ചെയ്യാണ്. അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അതിനെ വെട്ടിത്തെരിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് തെന്നി മാറും. ഇവിടെ മുടിയന്റെ ഓപ്പണന്റ് ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആണ്. അവന്റെ സ്പീഡിലുള്ള അറ്റാക്കിനെ എടുത്തു നിൽക്കാനായിട്ട് അവനെ കൊണ്ടാവില്ല. മാത്രമല്ല അവന്റെ പവർ വീണ്ടും എവിടുന്നോ ക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. മുടിയനാണെങ്കിൽ അവന്റെ പവർ കൂടിയതിനു ശേഷം അവന്റെ സ്പീഡ് കുറഞ്ഞു. മറ്റൊരു ഭാഗത്ത് കണ്ണാടിപ്പയ്യനാണെങ്കിൽ അവന്റെ സ്പീഡ് കൂടി. സ്പീഡ് കുറഞ്ഞതുകൊണ്ട് തന്നെ മുടിയൻ അവൻ ഒരുപാട് അപകടങ്ങളിൽ ഇപ്പൊ ചെന്ന് വീഴുന്നുണ്ട്. മോൺസ്റ്റേഴ്സ് ഹോളോസ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ബലഹീനത അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണാടിപ്പയ്യനും മുടിയനും അവർക്ക് കറക്റ്റ് ആയിട്ട് അവരെ പ്രിവെന്റ് ചെയ്യാനോ തോൽപ്പിക്കാനോ സാധിക്കുന്നില്ല. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ഇപ്പൊ അവന്റെ പവറിനെ ഇവോൾവ് ചെയ്തെടുത്ത് മൾട്ടിപ്പിൾ ആരോസ് അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മുടിയന്റെ ആ ഓപ്പണന്റിന് നേർക്ക് പോവാണ്. അവനാണെങ്കിൽ അച്ചറം പൊച്ചറം ആരോ പവർ ഉപയോഗിച്ച് അതിനെ തകർക്കാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് മുടിയൻ ആ ജയന്റ് ഹോളോയെ അങ്ങനെ ഉയർത്തിയെടുത്ത് നിലത്താഞ്ഞടിക്കും. അതിനുശേഷം വീണ്ടും അതിനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി കൊല്ലുകയാണ്. കണ്ണാടിപ്പയ്യന്റെ ഓപ്പണന്റ് ആണെങ്കിൽ ഇപ്പോൾ പേടിച്ചോടാനായിട്ട് തുടങ്ങും. കണ്ണാടിപ്പയ്യനും വിടാതെ അതിന്റെ പിന്നാലെ ഓടി അതിനെ പിടിക്കുകയാണ്. എന്ത് കരുതി ഞാൻ സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നോ? ഞാനും സോൾ റീപ്പേഴ്സിനെ പോലെ തന്നെയാണ് സാക്ഷാൽ ക്വിൻസി. എന്റെ പവർ എന്താണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനെ പിടിച്ചു വലിച്ച് കണ്ണാടിപ്പയ്യൻ അറ്റാക്ക് ചെയ്യും. ആ മോൺസ്റ്ററിന്റെ നേർക്ക് ഒരുപാട് ആരോസ് അത് വരുന്നത് കാണുമ്പോൾ തന്നെ അതിന് മനസ്സിലാവും അത് മരിക്കാൻ പോവാണെന്ന്. സോൾ റീപ്പേഴ്സിനെ പോലെ ക്വിൻസിക്കും പവർ ഉണ്ടെന്ന്. ആ ഒരു ആരോസ് അതങ്ങനെ അതിന്റെ ബോഡിയിൽ കുത്തിയിറങ്ങി അതങ്ങനെ മരിച്ചു വീഴും. കണ്ണാടി അവന്റെ ഫുൾ പവർ റിലീസ് ചെയ്ത് ആ ഒരു ഓപ്പണന്റിനെ അതിനെ തകർത്തില്ലാതാക്കും. മറ്റൊരു ഭാഗത്ത് മുടിയൻ അവന്റെ പവർ ഉപയോഗിച്ച് ഓൾമോസ്റ്റ് ആ ഓപ്പണന്റിനെ തകർത്ത് താഴെ ഇടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.